സൂറത്ത് നിന്നും കേരളത്തിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ് ഞാനിപ്പോൾ. മനോഹരമായ കാഴ്ചകൾ കണ്ട് കണ്ട് സന്ധ്യ എടുക്കുമ്പോൾ ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി എൻ്റെ ബർത്തിലേക്ക് ചെന്നു. ബർത്ത് കണ്ടപ്പോൾ എന്തോ ഒരു ചെറിയ പന്തികേട് പോലെ ഫീൽ ചെയ്തു. ആകെ ഒരു നരച്ച കളറ് മറ്റും. എന്തായാലും കയ്യിൽ നിന്ന് ടിഷ്യൂ കൊണ്ട് ഒന്ന് തുടയ്ക്കാൻ തുടങ്ങി. എന്തായാലും തുടച്ച് പിന്നെ കണ്ട കാഴ്ച ഇതാണ്. ഓക്കെ, എന്തായാലും ഇത്രയും തുടച്ചല്ലേ എന്ന് വെച്ചിട്ട് ബാക്കിയും തുടച്ചു. എന്തായാലും ഇത്രയും തുടച്ച വൃത്തിയാക്കിയ സ്ഥിതിക്ക് ബർത്ത് മൊത്തം വൃത്തിയാക്കിയ ശേഷം കൈ കഴുകാനായി അടുത്തുള്ള ടാപ്പിലേക്ക് ചെന്നു. അവിടെ കണ്ടപ്പോൾ അവസ്ഥ ഇതാണ്. എന്നാൽ ബാത്റൂമിൽ കയറി കൈ കഴുകാം എന്ന് കരുതി അതിനകത്തേക്ക് ചെന്നു. ഫ്ലഷ് ചെയ്യുന്ന ഫിറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു ഭംഗി കണ്ട് ഞാൻ കുറച്ച് നോക്കി നിന്നു അവിടെ. എന്തായാലും ബാത്റൂം കണ്ട് കൈ കഴുകാൻ മടിയായ കാരണം ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൊട്ടപ്പുറത്തെ കമ്പാർട്ട്മെൻറ്റിൽ ഒരു മനോഹരമായ കാഴ്ച അവിടെ കാണാൻ കഴിയും. ഇനി ഈ ഫിറ്റിങ്സിന് നമ്മൾ കൈ ഇട്ടാണോ കൈ കഴുകേണ്ടത് എന്നൊരു സംശയം അവിടെ തോന്നി തുടങ്ങി. എന്തായാലും ആ കാഴ്ച കണ്ട ശേഷം അടുത്ത ബാത്റൂമിലേക്ക് ഞാനൊന്ന് കയറി. അവിടുത്തെ കാഴ്ച വീണ്ടും മനോഹരമായിരിക്കുന്നു. ഫ്ലഷ് ചെയ്ത ശേഷം കൈ നോക്കിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കൈ അതിനകത്ത് കുടുങ്ങിപ്പോകുന്ന അവസ്ഥ വരെയാണ്. അത്രയ്ക്കും വലിയ ഹോൾസാണ് അവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറയിൽ കാണിക്കാൻ കഴിയാത്ത അത്രയ്ക്കും മോശമായിട്ടുള്ള ബാത്റൂം നമുക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞു. ഡോറ് തുറക്കാൻ പോലും കഴിയാത്ത അത്രയ്ക്കും മോശമായിട്ടുള്ളത്. അങ്ങനെ നിൽക്കുമ്പോൾ ബാത്റൂമിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ഒഴിഞ്ഞ മഗ് ഇരിക്കുന്നത് കണ്ടു. ആ മഗ്ഗിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി ഈ മഗ് എടുത്ത് ഉപയോഗിക്കുന്നതാണ് ഏതൊരു പാസഞ്ചറിൻ്റെയും അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അവർ പറയുന്ന എല്ലാ ചാർജുകളും GSTയും അനുബന്ധമായ എല്ലാ കാര്യങ്ങളും നൽകി ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഏതൊരു പാസഞ്ചറിനും റെയിൽവേ നൽകുന്ന ഏറ്റവും വലിയ സേവനം എന്ന് പറയാൻ നമുക്കിതിന് കഴിയും. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ബാത്റൂമിലെ ചില ഫിറ്റിങ്സുകൾ ഇപ്പോൾ നമ്മുടെ തലയിലേക്ക് വീഴും എന്ന അവസ്ഥയിൽ വരെ ഇരിക്കുന്നുണ്ട്. ബാത്റൂം യൂസ് ചെയ്ത് മാത്രമേ പറ്റത്തുള്ളൂ, വേറെ വഴിയില്ലാത്തതിനാൽ പുറത്തെ കടയിൽ നിന്നും 30 രൂപ മുടക്കി ഡെറ്റോൾ വാങ്ങിയ ശേഷം അത് വാട്ടർ ക്യാനിലേക്ക് കലക്കി ബാത്റൂമിനകത്ത് ഒഴിച്ച ശേഷം മാത്രമാണ് പിന്നെ ബാത്റൂമിൽ പോകാൻ കഴിഞ്ഞത്. എന്തായാലും ആ യാത്രയിലുടനീളം ആ ഡെറ്റോൾ ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എല്ലാ ട്രെയിനിൻ്റെയും അവസ്ഥ ഇതാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. എന്നാലും ഇത്ര ദൂരം യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിൻ്റെ അവസ്ഥ ഇതാണ്.